ഹായ് ഡിയർ. ഒരു കുഞ്ഞിൻ്റെ മാതാവോ പിതാവോ മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇന്നത്തെ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് ആണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് കുഞ്ഞുങ്ങൾ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ വിവാഹിതരായി പോകുന്ന സ്ത്രീകളും. അപ്പോൾ കുഞ്ഞുങ്ങൾ അവർക്ക് മറ്റൊരു ആശ്രയം ഉണ്ടാവില്ല. വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ ഒരു പീഡനം അനുഭവിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ആ ഒരു സാഹചര്യത്തിൽ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു കുഞ്ഞിൻ്റെ സംരക്ഷണം അവരുടെ മാതാപിതാക്കളിലോ അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ അമ്മയോ അച്ഛനോ ഉണ്ടാവില്ലേ. അതായത് ഇപ്പോൾ അമ്മയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെങ്കിൽ അച്ഛൻ്റെ ഫാമിലിയിലുള്ളവരെയോ അത്രയും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളിൽ ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രം ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോവുക. ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിക്ക് കുഞ്ഞിനെ അത്ര കണ്ട് ചിലപ്പോൾ സ്വീകരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ചിലപ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ ഒരു വിവാഹത്തിന് മുൻപ് നമ്മൾ കാണുന്നത് ആ ഒരു വ്യക്തിയുടെ പുറമേ ഉള്ളൊരു ക്യാരക്ടേഴ്സ് മാത്രമാണ്. നമ്മൾ കൂടുതൽ അടുത്തറിയുമ്പോഴാണ് അവരുടെ പല സ്വഭാവങ്ങളും മനസ്സിലാകുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളും വളരെ എന്താ പറയുക, ഉപദ്രവകാരികളുമായിട്ടുള്ള വ്യക്തികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിവാഹം കഴിക്കാൻ പോകുന്നവർ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഒരു ആരുടെയെങ്കിലും കയ്യിൽ, മുതിർന്ന വ്യക്തികളുടെ കയ്യിൽ, ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളുടെ കയ്യിൽ, ആരുടെയെങ്കിലും അല്ല, ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളുടെ കയ്യിൽ അത് ഏൽപ്പിച്ചിട്ട് വിവാഹം കഴിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് സമയം ഉള്ളപ്പോൾ പോയി കാണാം, കുട്ടിയോട് സഹകരിക്കാം, അത്തരത്തിൽ. അതല്ലെങ്കിൽ ഈ കുട്ടിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയാകുന്നത് വരെ ഈ മാതാപിതാക്കൾ ഒന്ന് ക്ഷമിക്കേണ്ടതാണ്. മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് പോകാതെ ഇരിക്കേണ്ടതാണ്. അതാണ് മുമ്പത്തെ അമ്മമാരൊക്കെ ചെയ്തു വന്നിരുന്നത്. അച്ഛന്മാരാണെങ്കിൽ വേറെ വിവാഹം കഴിക്കും, പുരുഷന്മാർ വേറെ വിവാഹം കഴിക്കും. പക്ഷേ സ്ത്രീകൾ കുട്ടികൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്നു. അതിൻ്റെയൊക്കെ റീസൺ ഇതാണ്. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെയൊക്കെ അപ്ഡേറ്റഡ് ആയി എന്നാലും നമ്മുടെ ചുറ്റിലും നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് നമ്മൾ പലതും ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയെ സ്വന്തമായിട്ട് ഒരു അവർക്ക് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ പ്രാപ്തരാക്കി എടുക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്വമാണ്. ഒരു കുട്ടിക്ക് ജന്മം നൽകി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അത് കൃത്യമായിട്ട് നിറവേറ്റിയതിന് ശേഷം അവർക്ക് സ്വന്തമായി ജീവിക്കാനുള്ള ഒരു കഴിവിലേക്ക് എത്തിച്ച ശേഷം വിവാഹം കഴിക്കുക. അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലൈഫ് കൊണ്ടുപോകാം. ഓക്കെ ഡിയർ. അവിടെയും അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യങ്ങൾ നൽകിക്കൊണ്ട് ഒരിക്കലും അവരുടെ ജീവിതം രണ്ടാമത് വരുന്ന വ്യക്തിയുടെ ഒരു ഔദാര്യമാകാതെ നിങ്ങളുടെ ഫുൾ റെസ്പോൺസിബിലിറ്റിയിൽ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് നോക്കാൻ കഴിയണം. നിങ്ങളും അവിടെ പ്രാപ്തരായിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വിവാഹ ജീവിതം ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകുമ്പോൾ അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അടുത്ത ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നത് നമ്മളെന്നുള്ള വ്യക്തിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ നമ്മുടെ ഫുൾ ഉത്തരവാദിത്തങ്ങൾ മറ്റൊരു വ്യക്തിയിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടാകരുത്. നിങ്ങളെന്നുള്ള വ്യക്തിക്ക് സ്വയം നിലനിൽക്കാനായിട്ട് സാധിക്കണം. അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. നിങ്ങൾക്കൊരു ജോലി, നിങ്ങൾക്ക് ഒരു സേവിങ്സ്, നിങ്ങൾക്കൊരു വീട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുക്കൂട്ടുകയാണ് വേണ്ടത്. അത് ഭാവിയിൽ ഈ കുഞ്ഞുങ്ങൾക്കും ഹെൽപ്ഫുൾ ആകും. ഒരു വീട് എന്നൊക്കെ പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരാവശ്യമാണ്. മറ്റൊരു വീട്ടിൽ നമ്മൾ നിന്നാലൊക്കെ കുഞ്ഞുങ്ങൾ ഒരുപാട് വേദന അനുഭവിക്കും, അത് ബന്ധു വീടുകളിലാണെങ്കിൽ പോലും. അപ്പോൾ അവർക്കായിട്ടൊരു വീട്, അതൊക്കെയും അവർക്ക് നമ്മുടെ ഒരു കാലശേഷമായാൽ പോലും അവർക്ക് കിടക്കാനൊരിടം, അതൊക്കെ അത്യാവശ്യമാണ്. അത്തരത്തിൽ നിങ്ങൾ സ്റ്റേബിളായി നിങ്ങളുടെ കുട്ടിക്ക് ജീവിക്കാനുള്ളതെല്ലാം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളിൽ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയോ അതല്ലെങ്കിൽ കുട്ടി അത്തരത്തിൽ മെച്യൂർഡ് ആകുന്നത് വരെ നിങ്ങൾ ആ കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കൂടെ നിന്ന ശേഷം നിങ്ങൾ മറ്റൊരു ജീവിതത്തിലേക്ക് പോവുകയും ചെയ്യുക. അത് ഒരു അറിവായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളോട് പറയുക, എനിക്ക് മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ട്. നിങ്ങൾ വളർന്ന് വലുതായി നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഒരു ജീവിതം ഒറ്റപ്പെട്ടു പോകുന്നതും കഠിനമാണ്. അവിടെ ഒരു പങ്കാളി ആവശ്യമായിട്ട് നിങ്ങൾക്ക് തോന്നാം. അവിടെ നിങ്ങളുടെ ഒറ്റപ്പെടൽ മാറ്റാനോ നിങ്ങൾക്കൊരാശ്രയമായിട്ടോ നിങ്ങളെ ആശ്രയിച്ചോ നിൽക്കേണ്ട ഒരു വ്യക്തികളല്ല. രണ്ട് വ്യക്തികളും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. നിങ്ങളും ആ ഒരു വ്യക്തിയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അത്തരത്തിൽ ഒരു വളരെ സ്വാതന്ത്ര്യം ഉള്ള ഒരു ബന്ധമായിരിക്കണം. ആ രണ്ട് വ്യക്തികൾ ചേർന്ന് ജീവിക്കുമ്പോൾ അത് അതിമനോഹരമാകും. അത്തരത്തിലുള്ള ഒരു മനോഹരമായ ജീവിതത്തിലേക്ക് ആ
കുഞ്ഞിനും ഇടയ്ക്ക് കടന്നു വരാനായിട്ടും സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കും ആ കുഞ്ഞിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ രീതിയിൽ നല്ലൊരു ലൈഫ് കിട്ടും. എപ്പോഴും കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അത് ജന്മം നൽകിയ വ്യക്തികൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുക. നമ്മൾക്ക് ഒരു വ്യക്തികളെയും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു കുഞ്ഞിന് അവരുടെ ഏറ്റവും പ്യുവറായിട്ടുള്ള സ്നേഹം കിട്ടുന്നത് മാതാപിതാക്കളിൽ നിന്ന് മാത്രമാണ്. അത് നിങ്ങൾ ഓർക്കുക. മറ്റൊരു ബന്ധത്തിലേക്ക് ഓടിപ്പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ലൈഫ് സേഫാക്കാനായിട്ട് നോക്കുക. ഒപ്പം ആ കുഞ്ഞിൻ്റെയും ലൈഫ് സേഫാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു പരിധിവരെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇപ്പോൾ ഒരു സിംഗിൾ ആണെങ്കിൽ പോലും ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളെ നോക്കാനുള്ള ഒരു ജോലിക്കാരനായിട്ടോ നിങ്ങളെ സംരക്ഷിക്കാനായി ചുമതലപ്പെട്ട ഒരു വ്യക്തിയായിട്ടോ അല്ല പങ്കാളിയെ കാണേണ്ടത്. പങ്കാളിയെ നിങ്ങൾക്ക് ഒപ്പം ജീവിക്കാനുള്ളൊരു വ്യക്തി. അവിടെ നിങ്ങളും ഇൻഡിപെൻഡൻ്റ് ആണ്, അവരും ഇൻഡിപെൻഡൻ്റ് ആണ്. അത്തരത്തിൽ സ്വതന്ത്രമായൊരു ലൈഫ് ഉണ്ടാകണം. നിങ്ങൾക്കും അവർക്കും ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ജോബ്, നിങ്ങളുടേതായ സേവിങ്സ് ഒക്കെയും ഉണ്ടായിരിക്കണം. ഏതൊരു നിമിഷം നമുക്ക് എന്താണ് ലൈഫിൽ സംഭവിക്കുക, എങ്ങനെയാണ് ആളുകളുടെ ക്യാരക്ടേഴ്സ് മാറുക, ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. അപ്പോൾ അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. വിവാഹം, ജീവിതം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ വക കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവനവൻ്റെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അവനവന് തന്നെയാണ്. അതുപോലെ നമ്മൾ ജന്മം നൽകുന്ന മക്കളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ ജീവിത അവസാനം വരെയും നമ്മളുടേത് മാത്രമാണ്. ഓക്കെ, ആ ഒരു ചിന്ത ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ ചുറ്റിലും സമൂഹത്തിലേക്ക് നമ്മൾ കുറച്ചുകൂടെയൊക്കെ അറ്റാച്ച്ഡ് ആക്കാനായിട്ട് ശ്രമിക്കണം. ചുറ്റിലുമുള്ള വ്യക്തികൾക്ക് ചുറ്റിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒന്ന് നിരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മളാലാകും വിധം ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഡിയർ, അപ്പോൾ ഇതെൻ്റെ അഭിപ്രായമാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നു എന്നോ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ചിന്ത ശരിയാണോ എന്ന് മനസ്സിലാക്കാനും നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അറിയാനും ആഗ്രഹമുണ്ട്. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.